വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ ഏറെ വേദനിപ്പിച്ച ഒരു ദൃശ്യം അത് കോട്ടയം മുണ്ടക്കയത്ത് നിന്നുള്ളതായിരുന്നു. മുണ്ടക്കയത്ത് ഒരു വീട് മണിമലയാറിലേക്ക് പതിക്കുന്നതിന്റെ ദൃശ്യം നാം വളരെ വേദനയോടെയാണ് കണ്ടത്. നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് വീട് എന്നുള്ളത്. ആ വീട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വെള്ളത്തിൽ പതിഞ്ഞു പോകുന്നത് ആർക്കായാലും ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കോട്ടയം മുണ്ടക്കയത്തെ ജെബി എന്നയാളുടെ വീടാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് മണിമലയാറിലേക്ക് പതിച്ചത്. ജോബി ഒരു സ്വകാര്യ ബസ് ഡ്രൈവറാണ്. അദ്ദേഹം പറയുന്നത് താൻ 27 വർഷമായി അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ വീട് എന്നുള്ളതാണ്. അത്തരത്തിൽ 27 വർഷം കൊണ്ട് ഒരാൾ ഉണ്ടാക്കിയ വീട് നിമിഷ നേരത്തിനുള്ളിൽ വെള്ളത്തിലേക്ക് പതിക്കുന്നത് കണ്ടാൽ ആർക്കായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖമുണ്ടാകും. എന്നാൽ ജെബിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റൊരു ദുഃഖ വാർത്ത കൂടി വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഈ മഴക്കെടുതിയിൽ അദ്ദേഹത്തിന്റെ വീട് മാത്രമല്ല നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ രക്ഷാപ്രവർത്തനം എന്ന പേരിലെത്തിയ ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ പണവും കവർന്നിരിക്കുകയാണ്. അതായത് ഈ വീട് വെള്ളത്തിലേക്ക് പതിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രക്ഷാപ്രവർത്തനത്തിയ ചിലർ ജെബിയെയും ജെബിയുടെ ഭാര്യയെയും മകളെയും ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിരുന്നു. കൂടാതെ ജെബി കൊണ്ടുപോകാനായി സൂക്ഷിച്ച ചില സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ സാധനത്തിലാണ് ജെബി തന്റെ സമ്പാദ്യമായ പണം മുഴുവനും സൂക്ഷിച്ചിരുന്നത്. ആ പണമാണ് രക്ഷാപ്രവർത്തനം എന്ന പേരിലെത്തിയ ഒരാൾ അടിച്ചു മാറ്റിയത്. ഇക്കാര്യം വളരെ വേദനയോടെയാണ് ജെബി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട് നഷ്ടമായി. ഇനി അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ, തൻ്റെ മകളെ കെട്ടിച്ചയക്കണമെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഈ തുക എന്നുള്ളത്. അദ്ദേഹം ബസ് ഓടിച്ച് കിട്ടി തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റിവെച്ച ഒരു വലിയൊരു തുകയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലെ വലിയ പ്രതീക്ഷയായിരുന്നു. ആ തുകയാണ് രക്ഷാപ്രവർത്തനം എന്ന പേരിലെത്തിയ ഒരാൾ മോഷ്ടിച്ചു പോയത്. ഇക്കാര്യം ഇത് ആര് ചെയ്തതായാലും ഇനി എന്തിനു ചെയ്തതായാലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം സകലതും നഷ്ടമായ ഒരാളുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ മോശമായ കാര്യം മറ്റൊന്നുമില്ല. കൂടാതെ ഇത് കേരളത്തിൽ മൊത്തം രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യവുമാണ്. നമുക്കറിയാം, കോട്ടയത്തും പത്തനംതിട്ടയുമായി അങ്ങനെ ഈ ദുരന്തം വിതച്ച എല്ലാ മേഖലകളിലും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അനേകായിരങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകുന്നുണ്ട്. അവരുടെയൊക്കെ ആ രക്ഷാപ്രവർത്തനത്തോടുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഒരാൾ നടത്തിയ ഈ തട്ടിപ്പ് എന്നുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി പോലീസ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും ഇദ്ദേഹത്തിന്റെ പണം തട്ടിയത് ആരാണ് എന്നുള്ളത് കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.